ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലൈൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. 5-ലധികം ഒരുപക്ഷെ 10 മാർക്കിനോളം വരുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രോബ്ലം ഫിഗേഴ്സ് അഥവാ ചോദ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫിഗേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ചിത്ര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ ഈ വീഡിയോ മുഴുവനും കാണുക. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ക്രീന് കാണുന്നുണ്ടാവും. ആ സ്ക്രീനിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എൻ്റേതായ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ കാണുന്ന ചോദ്യമാണ്. ഈ കാണുന്ന ചോദ്യത്തിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ തരും. ഒരു അടുത്ത ചിത്രം എന്താണ് എന്നൊരു ചോദ്യമായിരിക്കും വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിക്ക് ഞാൻ തന്നെ കണ്ടെത്തിയ ചെറിയ ട്രിക്കാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഫിഗേഴ്സുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ഒന്നാമത്തെ ചിത്രത്തിൽ ട്രയാങ്കിൾ ഉണ്ട്, ഈക്വൽ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, ഇൻറ്റു ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഫിഗറിനെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇപ്പോൾ ഞാനിവിടെ നോക്കുന്നത് ഈ കാണുന്ന ട്രയാങ്കിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവിഷനോ മറ്റേത് സിമ്പിളും നോക്കാം. ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ ഡയറക്ഷൻ ഇനി അടുത്തത് എങ്ങോട്ട്, അടുത്ത മൂവ്മെൻറ്റ് എങ്ങോട്ട് നോക്കാം. അപ്പോൾ ക്ലോക്ക് നടക്കുന്ന ഡയറക്ഷൻ ഉണ്ട്, ക്ലോക്കിനെതിരുള്ള ഡയറക്ഷൻ ഉണ്ട്. ഈ രണ്ടിൽ ഏത് ഡയറക്ഷനിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം ട്രയാങ്കിൾ എടുത്തു. അത് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം ഇവിടെ വരുന്നത്. മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരുന്നത് അത് ഇവിടെയാണ് വരുന്നത്. നാലാമത്തെ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ നമുക്ക് മനസ്സിലായി, ഇങ്ങോട്ടാണ് അതിൻ്റെ റൊട്ടേഷൻ. അപ്പോൾ അടുത്ത ചിത്രം ഇങ്ങോട്ട് വരും. അതായത് ഫസ്റ്റ് പൊസിഷനിൽ തന്നെയാണ് അഞ്ചാമത്തെ ചിത്രത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ തന്നെ ആ ചിത്രം വരുന്ന ഒരേ ഒരു ആൻസറേ ഉള്ളൂ, അതിതാണ്. സോ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ചോദ്യം ചെയ്യാം. വേണമെങ്കിൽ ഇതിന് മറ്റേ സിമ്പിൾ മാറ്റി നോക്കാം. ഫസ്റ്റ് സിമ്പിൾ ഇവിടെയാണ് വരുന്നത്, സെക്കൻഡ് സിമ്പിൾ ഇവിടെ വരുന്നു, ഇവിടെ തേർഡ് സിമ്പിൾ ഇവിടെ വരുന്നു ഈ കോർണറിൽ, ഫോർത്ത് സിമ്പിൾ ഇവിടെ വരുന്നു ഈ കോർണറിൽ, അപ്പോൾ ഫിഫ്ത്ത് സിമ്പിൾ ഇവിടെ തന്നെ വരും. സോ ഓപ്ഷൻ ഇവിടെ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഡിവിഷൻ വരുന്നുള്ളൂ. സോ ഈ സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മാക്സിമം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഇനിയുള്ള ചോദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം. എന്നിട്ട് ഉത്തരം ഞാനിപ്പോൾ പറഞ്ഞ അതേ രീതിയിൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതിന് ആൻസർ കിട്ടുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഉത്തരം കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത ശരിയാണോ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും 2 സിമ്പിളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഒരു സർക്കിൾ ഉണ്ട്, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഞാൻ സർക്കിൾ എടുക്കുന്നു. ഫസ്റ്റ് സർക്കിൾ ഇവിടെയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്, ഇങ്ങോട്ടാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അടുത്ത മൂവ്മെൻറ്റ് ഇവിടേക്കായിരിക്കും. സോ ഇവിടെ മൂവ്മെൻറ്റ് വരുന്ന ഒരേ ഒരു ആൻസർ ഇത് മാത്രമാണ്. ഈ സെയിം പൊസിഷനിൽ ആൻസർ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, 1 and 3. അപ്പോൾ അതിൽ ഇനി അടുത്ത സിമ്പിൾ നോക്കിയാൽ മതി. ഈ കാണുന്നത് ആദ്യം പുറത്ത് വന്നു, പിന്നെ ഉള്ളിൽ വന്നു, പിന്നെ പുറത്ത് വന്നു, പിന്നെ ഉള്ളിൽ വന്നു. അപ്പോൾ അടുത്ത പുറത്താണ് ആൻസർ വരിക. സോ പുറത്ത് വരുന്ന ഒരേ ആൻസർ ഇത് മാത്രമാണ്, ഓപ്ഷൻ 1 ആണ് ആൻസർ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വരെ ഒരു 10 സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ 5 സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡിനുള്ളിലായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒബ്ജക്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒബ്ജക്റ്റ് വരുന്നത്, ഈ കാണുന്ന വര. അപ്പോൾ ഇതിൻ്റെ വര ഇങ്ങോട്ടാണ് വരുന്നത്, ഇങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ അടുത്ത എങ്ങോട്ട് വരുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഇതിന് ആൻസർ നിങ്ങൾ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ 3 ആണ് ഇതിന് ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പം ഈ ഒരു ട്രിക്ക് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചോദ്യം 3 തരത്തിലാണ് പൊതുവെ വരാറുള്ളത്. ഒന്ന് ഞാൻ ഇപ്പോൾ കാണിച്ച രീതിയിൽ 4 ചിത്രങ്ങൾ തന്നുകൊണ്ട് 5ാമത്തെ ചിത്രം ഏത്. രണ്ടാമത്തേതോ 9 ചിത്രങ്ങൾ തരും. 9 ചിത്രങ്ങൾ വരുന്ന ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാലും ഞാൻ ഈ പറഞ്ഞ ഐഡിയകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ നേരെ നോക്കുക അല്ലെങ്കിൽ താഴോട്ട് നോക്കുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. എന്നിട്ട് അതിൻ്റെ ഒബ്ജക്റ്റിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാം ആദ്യം കുത്തനുള്ള ലൈൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയാങ്കിളിൻ്റെ പൊസിഷനൊക്കെ നോക്കാം കേട്ടോ, അങ്ങനെ നോക്കാം. ആദ്യം കുത്തനുള്ള ലൈന് വരുന്നുണ്ട്, പിന്നെ നേരെയുള്ള ലൈന് വരുന്നുണ്ട്, പിന്നെ ഒന്നുമില്ലാത്ത ഒരു സർക്കിൾ വരുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ കുത്തനെ വരുന്നു, ഇവിടെ നേരെ വരുന്നു, ഇവിടെ നേരെ വരുന്നു, ഒന്നുമില്ല. അപ്പോൾ അടുത്ത് എന്ത് വരും, കുത്തനെ വരുന്ന ഓപ്ഷനാണ്. കുത്തനെ വരുന്ന ഓരോ ഓപ്ഷൻ ഏത് മാത്രമാണ്, ഓപ്ഷൻ ഡി മാത്രമാണ്. ഇനി ചില കുട്ടികൾ ട്രയാങ്കിളിൻ്റെ പൊസിഷൻ നോക്കും. ട്രയാങ്കിളിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഒബ്ജക്റ്റുകൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. എന്നാൽ അടുത്തൊരു ചോദ്യം നോക്കി, ഇതേപോലെയുള്ള 9 ചിത്രങ്ങളാണ്. ഒന്നെങ്കിൽ നേരെ താഴോട്ട് നോക്കാം അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നെങ്കിൽ ചില ആളുകൾ ഇതിൻ്റെ കാലിൻ്റെ എണ്ണം വെച്ചിട്ട് ആൻസറുകൾ കണ്ടെത്താറുണ്ട്. ചില ആളുകൾ ഈ കാണുന്ന ബ്ലാക്ക് ഡോട്ട് വൈറ്റ് ഡോട്ട് വെച്ചിട്ട് ആൻസർ കണ്ടെത്താറുണ്ട്. ചില ആളുകൾ ഇത് വെച്ചിട്ട് നോക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കുക. നേരെയോ അല്ലെങ്കിൽ താഴോട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെയാണ് ആദ്യം നോക്കുന്നത്. ആദ്യം നേരെ വെച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ താഴോട്ട് നോക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഓടിട്ട വീട്, ടെറസ് ഇട്ട വീട്, ഒന്നും ഇടാത്ത വീട് അല്ലേ, ഒന്നും ഇടാത്ത വീട് അങ്ങനെയല്ല കേട്ടോ. രണ്ടാമത് കോൺക്രീറ്റ് വീട്, ഓടിട്ട വീട്, അതേപോലെ തന്നെ ഒന്നും ഇടാത്ത വീട്. ഇവിടെ അങ്ങനെ തന്നെ വന്നു. അപ്പോൾ ഉറപ്പായിട്ട് നമുക്കറിയാം അടുത്ത കോൺക്രീറ്റ് വീടാണ് ഇവിടെ വരേണ്ടത്. വീട് എന്നുള്ള ഷേപ്പ് കണ്ടിട്ട് പറഞ്ഞ കേട്ടോ, ട്രയാങ്കിൾ. അത് ഡാർക്ക് ട്രയാങ്കിളാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷനിൽ 2 ഉത്തരങ്ങൾ ഡാർക്ക് ട്രയാങ്കിൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷനിലും ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്. നമ്മളേതൊരു ഫിലിമിൽ മമ്മൂട്ടി ഡബിളായിട്ട് വരുന്ന ഒരു ഫിലിമില്ലേ, അപ്പോൾ അതിൽ ആളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കറുത്തൊരു ഡോട്ടാണ് മനസ്സിലാക്കുക. അതേപോലെ കറുത്ത ഡോട്ടാണ് നമുക്ക് ആകെ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എവിടെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ സെൻറ്റർ, ലെഫ്റ്റ് റൈറ്റ്,
റൈറ്റ് സെൻറ്റർ. അപ്പോൾ അടുത്ത ലെഫ്റ്റിലായിരിക്കും ആ ഡോട്ട് വരുന്നത്. ലെഫ്റ്റിൽ ഡോട്ട് വരുന്ന ഓപ്ഷൻ 3 മാത്രമാണ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ കുറച്ചൊരു ബുദ്ധിമുട്ടാണെന്ന് വെച്ചാണ്, പക്ഷേ ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. 9 ചിത്രങ്ങൾ വരണമെങ്കിൽ വലത്തോട്ടോ താഴോട്ടോ നോക്കുക. അപ്പോൾ വലത്തോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, 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 സ്ക്വയർ, സ്ക്വയർ, ട്രയാങ്കിൾ ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്നാൽ ഇതേ സാധനം താഴോട്ട് നോക്കിയേ. ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ, സ്ക്വയർ, സർക്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ. അപ്പോൾ അടുത്ത് എന്തായാലും ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും, ട്രയാങ്കിൾ ആയിരിക്കും. കാരണം എല്ലാത്തിലും ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അടിയിൽ ട്രയാങ്കിൾ വരുന്ന ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കുക. 2 ഓപ്ഷനുള്ളൂ. അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ആൻസർ ആയിരിക്കും നമുക്ക് ഫൈനലായിട്ട് വരുന്നത്. അതേപോലെ നിങ്ങൾ അടുത്ത ഒബ്ജക്റ്റ് നോക്കുക. സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? സർക്കിൾ ആയിരിക്കും. സോ സർക്കിൾ ഇവിടെ വരുന്നത് ഒരേ ഓപ്ഷനുള്ളൂ, സെക്കൻഡ് ഓപ്ഷനാണ്. നമ്മൾ ഐഡിയ കത്തിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ട്രിക്ക് തന്നെയാണ് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ചെറിയൊരു ട്രിക്ക് ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ വള്ളികളുടെ എണ്ണം നോക്കി നോക്കാം. 2, 3, 4. അപ്പോൾ അടുത്ത ഉറപ്പായിട്ടും 5 വള്ളികൾ വരുന്ന ഉത്തരമായിരിക്കും. വള്ളികളിലെ 5 വള്ളികൾ വരുന്ന 2 ഓപ്ഷനുള്ളൂ. അപ്പോൾ ബാക്കി ഇത് രണ്ടും അല്ല നമുക്ക് ഉറപ്പായി. 5 വള്ളികൾ വരുന്നതിൽ ഇതിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് നോക്കേണ്ടത്. സോ ഇതിലാകെ വ്യത്യസ്തമായിട്ട് വരുന്ന സിമ്പിൾ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ഇത് രണ്ടും സെയിം ആണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. ഇത് രണ്ടും സെയിം ആണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ആകെ വ്യത്യസ്തമായിട്ട് ഈ ഓപ്ഷനിൽ വരുന്ന ഈ 2 കാര്യങ്ങളാണ്. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ നോക്കേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന എല്ലാ വള്ളികളും നോക്കി. ആദ്യം ഇങ്ങോട്ട് വരുന്നു, പിന്നെ അത് ഓപ്പോസിറ്റ് വരുന്നു. ഇങ്ങോട്ട് വരുന്നു, അത് ഓപ്പോസിറ്റ് വരുന്നു. ഇങ്ങോട്ട് വരുന്നു, അത് ഓപ്പോസിറ്റ് വരുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അടുത്ത് എങ്ങോട്ടായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരിക. സോ ഈ കാണുന്ന പൊസിഷനിൽ ഓപ്പോസിറ്റ് വരുന്ന ഒരേ ഒരു ആൻസർ ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ എന്നുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ വിലപ്പെട്ട ഈ ഒരു വീഡിയോയുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം നിങ്ങളുടെ കമൻസുകളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് എനർജി തരുന്നത്. നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളത് ഉപയോഗിക്കുക. നിങ്ങളും ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായിട്ട് മാറുക. എന്ത് വില കൊടുത്തും NMS നമുക്ക് ക്രാക്ക് ചെയ്യണം. അത് സ്കോളർഷിപ്പോട് കൂടി തന്നെ ക്രാക്ക് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എൻ്റെ പേര് ഷാഹിദ് റംസാൻ. വീണ്ടും വീഡിയോകളായിട്ട് വരാം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓൾ ദ ബെസ്റ്റ്.